ഒരു കല്യാണക്കഥ. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോളെ നൗറ, ഇക്കാക്ക് ഇതുവരെ എണീറ്റില്ലേ? നീ പോയി വിളിച്ചോണ്ട് വാ, അവൻ ഇന്ന് ക്ലാസ്സുള്ളതല്ലേ. എനിക്കറിയില്ല ഉമ്മ, ഞാൻ കുറെ നേരമായി വിളിക്കണം, വാതിൽ ഉറക്കുന്നില്ല, ഡോർ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുക. നൗറയുടെ മറുപടി ഷിഫാനയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ തറച്ചു. അടുക്കളയിലെ ചൂടും പാചകത്തിന്റെ മണവും അവളിൽ നിന്ന് മാഞ്ഞുപോയി. നെഞ്ചിരിപ്പോടെ പടച്ചോനെ എന്ന് വിളിച്ച് അവൾ മകന്റെ മുറിയിലേക്ക് പാഞ്ഞു. മോനെ റമി, മോനെ വാതിൽ ഉറക്ക്. എന്താ പറ്റിയ മോനെ? ഉമ്മയുടെ മോനല്ലേടാ, ഉമ്മയുടെ കാര്യം പറയും, വാതിൽ തുറക്ക് മോനെ. മുറിയുടെ വാതിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ഷിഫാനയുടെ ശബ്ദമിടറി. അകത്തുനിന്ന് അടക്കി പിടിച്ച ഒരു തേങ്ങൽ മാത്രം. ഭയവും വേദനയും ഒരുപോലെ അവിടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. അകത്ത് കട്ടിലിന്റെ ഒരറ്റത്ത് തളർന്നിരിക്കുന്ന റമീസ് നിറകണ്ണുകളോടെ പതിയെ വാതിൽ തുറന്നു. ഉമ്മയെ കണ്ടതും അടക്കി വെച്ച സങ്കടം ഒരു പുഴ പോലെ അവനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. അവൻ കരഞ്ഞുകൊണ്ട് ഷിഫാനയുടെ തോളിലേക്ക് ചാരി. മോനെ, എന്താ പറ്റി? ഇന്നെന്താ സ്കൂളിൽ പോകണ്ടേ? എന്താണ് നീ ഒന്നും മിണ്ടാത്തേ? നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. എത്ര ചോദിച്ചിട്ട് റമീസ് ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ അവൻ കഷ്ടപ്പെട്ട് വാക്കുകൾ പുറത്തെടുത്തു. ഒന്നുമില്ലമ്മ, ഇന്ന് സ്കൂളിൽ അവധിയായിരിക്കും. അതെന്താടാ? എന്തിനാ നീ കരയുന്നത്? റമീസ് വീണ്ടും തേങ്ങി. ഒരു ഉത്തരം നൽകാൻ പോലും കഴിയാതെ അവൻ കിടക്കയിലേക്ക് വീണു. മകന്റെ സങ്കടം കണ്ട് ഷിഫാനയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, നീ ഉമ്മാനെ വിഷമിപ്പിക്കാതെ എന്താ കാര്യം എന്ന് പറയടാ. നിന്റെ ഉമ്മയല്ലേ ചോദിക്കണ്, കരയാണ്ട് കാര്യം പറയേ. കണ്ണു തുടച്ച് റമീസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നിന്നു. ഉമ്മാക്ക് ഓർമ്മയുണ്ടോ അന്നെൻ്റെ കൂടെ വീട്ടിൽ വന്ന ബർഷാദ് എന്ന കൂട്ടുകാരനെ? പിന്നെ എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ആ മോനില്ലേ ബർഷാദ്? ബർഷാദിന് എന്തെങ്കിലും പറ്റിയോ? റമീസ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മാക്കറിയോ, അവൻ പോയി ഉമ്മ. പോയെന്നോ? എങ്ങോട്ട് പോയെന്ന്? അതെ ഉമ്മ, അവൻ പോയി വിശ്വാസവഞ്ചനയില്ലാത്ത മറ്റൊരു ലോകത്തേക്ക്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതെ ഉമ്മ, അവൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. അവരുടെ സ്നേഹം കണ്ട ആർക്കും അസൂയ തോന്നും. അവളില്ലാത്തൊരു ദിവസം പോലും അവനില്ലായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അവളവനെ ചതിച്ചു. അവളുടെ കല്യാണത്തിലാണ് ഞങ്ങൾ ഇന്നലെ പോയത്. ആ വിഷമത്തിൽ അവൻ. അതുകൂടി പറഞ്ഞ് റമീസ് തേങ്ങിക്കരഞ്ഞു. കുറച്ചു മുമ്പേ അവൻ ആത്മഹത്യ ചെയ്തു. അപ്പേ, ഞാനെന്തേ കേൾക്കണേ? ഓ മരിച്ചൂന്നോ? അതേ ഉമ്മ, അവൻ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച. ഇന്നലെ അവൻ സന്തോഷത്തോടെ നടന്നു. പക്ഷേ എല്ലാത്തിനും കാരണം അവളവനെ ചതിച്ചു. അവൻ്റെ ശല്യം അവൾക്ക് തീർന്നിട്ടില്ലേ? ഇനി അവൾ സന്തോഷമായി ജീവിക്കട്ടെ. റമീസിന്റെ വാക്കുകൾ ഷിഫാനയെ ഞെട്ടിച്ചു. അവളവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഓനെ, ഒരിക്കലും അങ്ങനെ നമ്മൾ പറയരുത്. ഒരുപക്ഷെ ആ കുട്ടി അവനെ ചതിച്ചതാവില്ല. സാഹചര്യം അവളെ കല്യാണത്തിന് നിർബന്ധിച്ചതാവും. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിർബന്ധങ്ങൾക്ക് മുമ്പിൽ തൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ബലിയർപ്പിക്കാൻ വിധിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കിട്ടുന്ന പേരോ കാമുകനെ ചതിച്ചവൻ. ഇനി വീട്ടുകാരുടെ എതിർപ്പ് വാക്കാതെ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ പോയാലോ ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടിയവളെന്ന ചീത്ത പേരും. എന്താ ഉമ്മ ചെയ്ത്? അവനോട് ഒരുപാട് സ്നേഹിച്ച് അവൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ? മോനെ, നിന്റെ ദേഷ്യം എനിക്കറിയാം. പക്ഷെ ഉമ്മാക്ക് നിന്നോടൊരു കഥ പറയാറുണ്ട്. ഒരു 10ാം ക്ലാസ്സുകാരുടെയും 10ാം ക്ലാസ്സുകാരൻ്റെയും കഥ. ഷിഫാനയുടെ കണ്ണുകളിൽ ഒരു നീണ്ട ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മിന്നിമറഞ്ഞു. 25 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിലെ ആദ്യ ദിവസം പുതിയ യൂണിഫോമിന്റെയും പുസ്തകങ്ങളുടെയും മണം ക്ലാസ് മുറികളിൽ നിറഞ്ഞു നിന്നു. ഹൈസ്കൂളിയുടെ നാളിലൂടെ കൂട്ടുകാരുമായി ചിരിച്ചും സംസാരിച്ചും നടക്കുകയായിരുന്നു ആഷിക്ക്. അപ്പോഴാണ് അവൻ അവളെ കാണുന്നത്. മെലിഞ്ഞ ശരീരം, വലിയ കണ്ണുകൾ, ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി. കണ്ണട സൗന്ദര്യത്തിന് കൂടുതൽ തിളക്കമേകി. ആഷിക്കിന്റെ ഹൃദയമിടിപ്പ് നിലച്ച പോലെ അതവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച നിമിഷമായിരുന്നു. അവൾ അവളുടെ കൂട്ടുകാരി സലീനയോടൊപ്പം നടക്കുകയായിരുന്നു. കൂട്ടുകാരി എന്നതിലുപരി ചങ്കി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഷിഫ, സലീ എന്നറിയപ്പെടുന്ന അവർ എപ്പോഴും ഒരുമിച്ചാണ്. ഷിഫ എവിടെയുണ്ടോ അവിടെ സലീം ഉണ്ടാവും. ഷിഫാനയും സലീനയും ചിരിച്ചും കളിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു. ആഷിക്ക് അറിയാതെ അവളെ നോക്കി നിന്നുപോയി. മനസ്സിലൊരു മധുരമുള്ള വേദന. അവനറിയാതെ തന്നെ ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലും വിരിഞ്ഞു. അപ്പോഴേക്ക് അവർ നടന്നുപോയിരുന്നു. അതെ, ക്ലാസ്സിലെ മറ്റൊരു ബെഞ്ചിൽ സഫീർ ഇരിപ്പുണ്ടായിരുന്നു. സെലീനയെ ആദ്യമായി കണ്ട നിമിഷം മുതൽ അവനും ആ പ്രണയത്തിൽ വീണുപോയിരുന്നു. സെലീനയുടെ നിഷ്കളങ്കമായ ചിരിയിലും ഇടുങ്ങിയ ആ കണ്ണുകളിലും അവൻ മയങ്ങി. അതൊരു വൺ സൈഡ് പ്രണയമായിരുന്നു. സെലീനയോട് സംസാരിക്കാൻ പോലും അവന് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചു. സെലീനയുടെ നിഷ്കളങ്കമായ ചിരിയിൽ, അവളുടെ കണ്ണുകളിലെ നക്ഷത്ര തിളക്കത്തിൽ അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആദ്യ കാഴ്ചയിലെ പ്രണയം ഒരുപക്ഷെ അതായിരുന്നു ആഷിക്കിന് ഷിഫാനയോട് തോന്നിയത്. അതവനെ വല്ലാതെ ആകർഷിച്ചു. പിന്നെയൊന്നും സ്കൂളിൽ വരുമ്പോൾ അവളെ കാണാൻ വേണ്ടി അവൻ്റെ കണ്ണുകൾ ഇടനാഴികളിലും ക്ലാസ് മുറികളുടെ വരാന്തകളിലും അലഞ്ഞു. അവളുടെ ഓരോ ചലനങ്ങളും അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു.
അവൾ അറിയാതെ അവളെ പ്രണയിച്ചുകൊണ്ട് അവൻ സ്കൂൾ ജീവിതം തുടർന്നു. ഒരു ദിവസം സ്കൂൾ ഫെസ്റ്റിന് ഷിഫാനയും കൂട്ടി ഒപ്പന കളിച്ചു. ഒപ്പന കഴിഞ്ഞ ഉടൻ ഷിഫാനയ്ക്ക് ഒരു പാട്ടുകൂടി പാടാനുണ്ടായിരുന്നു. അതിനാൽ ഒപ്പനയുടെ വേഷം മാറാൻ അവൾ മുറിയിലേക്ക് പോയി. അവിടെ മുജീബ് അവൾ ഒളിഞ്ഞു നോക്കാനെത്തി. മുറിയിൽ കയറി വേഷം മാറാൻ തുടങ്ങിയ ഷിഫാന എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അവൾ ഒച്ച വെച്ച് മുജീബ് ഇറങ്ങി ഓടി. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ആഷിക്ക് മുജീബിനെ പിടിച്ചു. എന്താടാ നീ ഇവിടെ ഒളിഞ്ഞു നോക്കുന്നത്? നീ പോടാ, നിനക്കെന്താ ഇവിടെ കാര്യം? മുജീബ് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. ശക്തനായ മുജീബും കൂട്ടുകാരും ചേർന്ന് ആഷിക്കിനെ തള്ളിയിട്ടു. എന്നിട്ട് ആ കേസ് അവന്റെ തലയിൽ വെച്ച് കെട്ടി. തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ ആഷിക്കിന് കഴിഞ്ഞില്ല. ഷിഫാൻ അവന് വെറുത്തു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് എന്ന് പറഞ്ഞ് അവൾ അവനെ ചീത്ത പറഞ്ഞു. ആഷിക്ക് ഒന്നും പറയാതെ തലകുനിച്ച് കണ്ണു നിറച്ച് മടങ്ങി. എന്നാൽ ഇതെല്ലാം ഷിഫാനയുടെ കൂട്ടുകാരിയായ സലീനെ കണ്ടിരുന്നു. സഫീറും അതെല്ലാം കണ്ടിരുന്നു. പക്ഷെ തങ്ങളുടെ പ്രണയം തുറന്നു പറയാത്തതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെടാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. സലീനയുടെ കുടുംബത്തിലെ ഒരു മരണം ഉണ്ടായതിനാൽ അവൾ ഷിഫാനയുടെ യാത്ര പോലും പറയാതെയാണ് പോയത്. 3 ദിവസത്തിന് ശേഷമാണ് സലീന ക്ലാസ്സിൽ വന്ന്. കഴിഞ്ഞ 3 ദിവസം ആഷിക്ക് സത്യം പറയാൻ ശ്രമിച്ചെങ്കിലും ഷിഫാന കേൾക്കാൻ തയ്യാറായില്ല. ഈ അവസരം മുതലെടുത്ത് മുജീബ് ഷിഫാനയുമായി അടുക്കാൻ ശ്രമിച്ചു. ഷിഫാന്, നീ എന്തിനാ അവനെ പോലുള്ളവർ വിശ്വസിക്കുന്നത്? ഞാൻ കാരണം നിനക്കൊന്നും സംഭവിക്കില്ല, മുജീബ് അവളോട് പറഞ്ഞു. മുജീബിനോട് തീരമിണ്ടാതെ ഷിഫാന അവനോട് ചിരിച്ച് സംസാരിക്കുന്ന കണ്ടപ്പോൾ ആഷിഖിന്റെ ഹൃദയം നുറുങ്ങി. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ അവനൊരു ശൂന്യത തോന്നി. അവനോടുള്ള പ്രണയം, അവൾക്ക് വേണ്ടി മുജീബിനോട് ഏറ്റുമുട്ടിയതിന്റെ വേദന, എന്നിട്ടും തന്നെ വിശ്വസിക്കാതെ അവൾ അവനോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന കാഴ്ച. ഓരോ ചിരിയിലും അവന്റെ ഹൃദയം ഒരുപാട് നുറുങ്ങുന്ന പോലെ അവന് തോന്നി. ആ നിമിഷം ചുറ്റുമുള്ള ശബ്ദങ്ങളോ കാഴ്ചകളോ ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. നിറമങ്ങിയ ലോകത്തിൽ അവൾ മാത്രമില്ലാത്തൊരു ചിത്രം. കണ്ണുനീർ കാഴ്ച മറച്ചപ്പോൾ അവൻ മുന്നോട്ട് നടന്നു. റോഡിന്റെ അങ്ങേ വശം പോലും അവന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു അലർച്ചയോടെ പാഞ്ഞെത്തിയ കാറിന് മുമ്പിൽ അവൻ വീണു. ആഷിക്കിന് ആക്സിഡന്റ് ആയ വാർത്ത സ്കൂളിൽ പാട്ടായി. ഈ സമയം ഷിഫാന മുജീബുമായി ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. സെലീന അവളെ പിടിച്ചു വലിച്ച് തിരക്കിൽ നിന്ന് മാറ്റി. ആളനക്കമില്ലാത്തൊരിടത്ത് വെച്ച് സെലീന ഷിഫാനയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. ഷിഫ, നീ എന്തായി കാണിക്കുന്നത്? അന്ന് നിന്നെ മുജീബ ഒളിഞ്ഞു നോക്കിയത്. ഇത് കള്ളക്കേസാടി. ആഷിക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവനെ പിടിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞ ഷിഫാന സത്യം മനസ്സിലാക്കി നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. സെലി, എന്താ നീ പറയുന്നത്? ഞാനെന്തീ കേട്ടത്? ഞാൻ കാരണം ഒരുപാട് അവൻ വേദനിച്ചു. പിറ്റേ ദിവസം ആഷി സ്കൂളിൽ വന്നെന്നറിഞ്ഞപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി. ഷിഫാനയുടെ വരവ് കണ്ട് ആഷിക്ക് അത്ഭുതപ്പെട്ടു. ഷിഫാന അവൻ്റെ പൊട്ടിയ കയ്യിൽ വളരെ മൃദുവായി തലോടി. എനിക്ക് തെറ്റുപറ്റി, മാപ്പ്. ആരും കേൾക്കാതെ അവൾ പറഞ്ഞു. തിരികെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കി പ്രണയാർദ്രമായൊരു പുഞ്ചിരി അവർ നൽകാൻ അവൾ മറന്നില്ല. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയദിനങ്ങളായിരുന്നു. ആരും കൊതിക്കുന്ന പ്രണയം. എന്നാൽ ഇതൊന്നും മുജീബിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം പിടിച്ച് അവൻ അവർക്കെതിരെ പല കുതന്ത്രങ്ങളും മെനഞ്ഞു. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. മുജീബ് അവരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ ഒന്നും അവരെ ബാധിച്ചില്ല. സ്കൂൾ കാലം അവസാനിച്ചു. സഫീർ സെലീനയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിച്ചു. അവൻ അവളെ കാണാൻ പോയെങ്കിലും അപ്പോഴേക്കും സെലീനയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. സഫീറിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതേ സമയം ഷിഫാന ആഷിക്ക് പ്രണയകഥ മുജീബ് ഷിഫാനയുടെ ബാപ്പയെ അറിയിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കടബാധ്യതകൾ അദ്ദേഹത്തെ വലച്ചിരുന്നു. ഈ അവസരത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരന്റെ മകനുമായി ഷിഫാനയുടെ വിവാഹം ഉറപ്പിച്ചു. പൊന്നും പണമൊന്നും അവർക്ക് ആവശ്യമില്ലായിരുന്നു. മകളുടെ ഭാവിയും തന്റെ കുടുംബത്തിന്റെ കടബാധ്യതകളും പരിഗണിച്ച് ഷിഫാനയുടെ ഇഷ്ടം മനസ്സിലാക്കാതെ ഉപ്പ വിവാഹത്തിന് സമ്മതം മൂളി. അപ്പൊ ആഷിക്കിന് വിഷമമായില്ല ഉമ്മച്ചി? വിഷമിച്ചു മോനെ, ഒരുപാട് വിഷമിച്ചു. ഷിഫാനയെ തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ തളർന്നു പോയിരുന്നു. പക്ഷെ അവൻ ഷിഫാനയെ അത്രയും സ്നേഹിച്ചുകൊണ്ട് അവളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ചു. അങ്ങനെ ഷിഫ കല്യാണം കഴിഞ്ഞു പോയി. പക്ഷെ ആ വിവാഹബന്ധ അധികാരം നീണ്ടുന്നില്ല. അവളുടെ ഭർത്താവ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കൂടാതെ അയാൾക്ക് മറ്റു പെൺകുട്ടികളായിട്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ കുളിക്കാൻ പോയപ്പോൾ ആകസ്മികമായി മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവൾ അറിയുന്നത്. അതോടെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ അവൾ തയ്യാറായില്ല. വിവരറിഞ്ഞപ്പോൾ ആഷിക അവളെ കാണാൻ പോയി. ഷിഫാന കുറച്ചേരം നിശബ്ദമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഓർമ്മകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അന്ന് ആഷി ഷിഫയോട് പറഞ്ഞെന്താണെന്നറിയാം? എനിക്കറിയാം, എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ നല്ലൊരു ജോലി സമ്പാദിച്ച് നിന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും ഷിഫാനയ്ക്ക് വേണ്ടി ആഷിക കാത്തിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ സ്നേഹം മനസ്സിലാക്കി വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ആഹാ, ഇത് നല്ല കഥയാണല്ലോ മിസ്സി. എന്നിട്ട് ആ ഷിഫ എവിടെയാ? ഷിഫാന സ്നേഹത്തോടെ മകനെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷം കാരണം കണ്ണുനീർ തിളങ്ങി. ആഷി നിന്റെ ഉപ്പന്നെയാ മോനെ. ഷിഫ ഞാൻ തന്നെയാ.
റമീസിന്റെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒരുപോലെ മിന്നി പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ പ്രണയകഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഷിഫാൻ റമീസിന്റെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ചു. അതേ മോനെ, ഇത് ഞങ്ങളുടെ കഥയാ. ഈ സമയം ആഷിഖ് അവിടെ കടന്നു വരുന്നു. റമീസിന്റെ മുഖഭാവം കണ്ട് അയാൾ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. അവന് നനഞ്ഞ കണ്ണുകൾ തുടച്ചു. മോനെ റമീസെ, നിനക്കറിയോ മർഷാദിന്റെ കൂട്ടുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളിപ്പോ ആശുപത്രിയിലാ. ഉപ്പ, എന്നിട്ട്? നമ്മൾ ഒരുപാട് വിഷമങ്ങൾ കടന്നുപോയിട്ടുണ്ട് മോനെ. നിന്റെ ഉമ്മയെ നഷ്ടപ്പെടുന്ന അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് തളർന്നു. പക്ഷേ ആത്മഹത്യ അല്ല മോനെ, അതിനെ അതിജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല, അതൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കം മാത്രമാണ്. മോനെ, നിന്റെ കൂട്ടുകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നീ ഒരു പ്രതിജ്ഞ എടുക്കണം. ഒരിക്കലും വിഷമങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിക്കില്ലെന്ന്. റമീസ് തലയാട്ടി. ആ ഉമ്മയുടെയും ബാപ്പയുടെയും സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അവന്റെ വിഷാദം പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങി. ആത്മഹത്യ ഒരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമാണെന്ന ശക്തമായ സന്ദേശത്തോടെ അവർ ആ ദിവസം പൂർത്തിയാക്കി.